പ്രശാന്തേട്ടാ, രാഹുൽ ഗാന്ധി വയനാട് വന്നു. വയനാട് രാഹുൽ ഗാന്ധി വന്നിട്ട് ഇവിടെയുള്ള മാധ്യമങ്ങളെല്ലാം കൂടെ ഇളകിപ്പറിച്ച് രാഹുൽ ഗാന്ധിയുടെ പുറകെ ചെന്നു. രാഹുൽ ഗാന്ധി നിൽക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും ചായ കുടിക്കുന്നതും എല്ലാം അവരെടുത്തു. ക്യാമ്പിൽ പോകുന്നതും രാഹുൽ ഗാന്ധി അങ്ങോട്ട് വരുന്നതും എല്ലാം എടുത്തു. ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ വരവ്, രാഹുൽ ഗാന്ധി നടന്നു വരുന്ന ഘട്ടത്തിൽ പട്ടാളക്കാരെ അവരെ അങ്ങോട്ടേക്ക് മാറി നിൽക്കാൻ പറയുന്ന ചില വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇവരൊന്നും അറിയാത്ത വേറൊരു വശം ഞാൻ കണ്ടു. നമ്മളെല്ലാവരും കണ്ടതാണ്, സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. രാഹുൽ ഗാന്ധിയെ തടയുന്നുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കാർ തന്നെ. ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്, നിങ്ങളിവിടെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ വണ്ടിക്ക് മുന്നിൽ കയറി വട്ടം നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടു വയനാട്. ഇതൊരു മാധ്യമങ്ങളും കൊടുത്തിട്ടില്ല, ഒരു മാധ്യമങ്ങളും ഇത് മിണ്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, സുരേഷ് ഗോപി അവിടെ എത്തിയില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. സുരേഷ് ഗോപി എത്തിയില്ല, ഓക്കെ, എത്തിയ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തില്ല. രാഹുൽ ഗാന്ധി അവിടെ തടഞ്ഞത് മാധ്യമങ്ങൾ കൊടുത്തില്ല. സുരേഷ് ഗോപി എത്തിയില്ല എന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കി. ജോർജ് കുര്യൻ, ഇതെല്ലാം ഏകോപിപ്പിച്ച ജോർജ് കുര്യനാണ്. ജോർജ് കുര്യനെ പറ്റി ഒരു വരി വാർത്ത മാധ്യമങ്ങൾ കൊടുത്തിട്ടുമില്ല. എന്താ ഇതൊക്കെ? എൻ്റെ പൊന്നെ ധനുഷേ, എന്തിനാണ് രാഹുൽ ഗാന്ധി അവിടെ വന്നത്? ശരി, പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി അവിടെ വന്നു. സ്വന്തം മണ്ഡലമായിരുന്നു. സ്വന്തം മണ്ഡലം അല്ല ഇപ്പം. സ്വന്തം മണ്ഡലം അവിടെ യുപിയിലല്ലേ, നിവൃത്തിയില്ലാത്തപ്പം സ്വന്തം മണ്ഡലമായിരുന്നു. ഗതി കിട്ടിയപ്പോൾ യു പി പോയി. ഇനിയിപ്പം അപ്പം അദ്ദേഹം ഇവിടെ വന്നതിനകത്ത് ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് വന്നേക്കുന്നത്. അദ്ദേഹം വന്നതിൻ്റെ കൂടെ എന്തിനാ പ്രിയങ്ക ഗാന്ധി വന്നേ? അല്ല, ആ മനുഷ്യത്വം. പ്രിയങ്ക ഗാന്ധിക്ക് എന്താണ്, അല്ല വരണ്ടെന്നല്ല, പ്രിയങ്ക ഗാന്ധി എന്തിനു വന്നത്? എന്താ സോണിയാഗാന്ധി വരാഞ്ഞേ? അന്ന് എല്ലാവരുടെ വരെ റോബർട്ട് വാദ്രയുടെ വരാഞ്ഞ് എന്താ? ഞാനീ ചോദിക്കുന്ന ചോദ്യം, രാഹുൽ ഗാന്ധി വന്നു, പ്രിയങ്ക ഗാന്ധി വന്നു. അതായത് ഈ ദുരന്തം നാളെ കാലത്തെ ഇലക്ഷൻ ഉപയോഗിക്കാൻ വേണ്ടിയാണ് പ്രിയങ്ക കൊണ്ടുവന്നത്. ഈ പാവം പിടിച്ച ദുരന്തമുഖത്ത് അനുഭവിക്കുന്നവരുടെ കൂടെ നിന്നെടുത്ത ഫോട്ടോ നാളെ കാലത്തെ വയനാടിൽ ലോകസഭയിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി, അതായത് മരണത്തെ നാളെ കാലത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി, അയാൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അയാൾ അവിടെ വന്ന് ഫോട്ടോഷൂട്ട് നടത്തി. അയാൾ കാറേ നിറങ്ങില്ല, കാലെ ചെളി വെട്ടിയോ എന്ന് പറഞ്ഞുകൊണ്ട് കാറ് തടഞ്ഞു. അവിടുത്തെ കോൺഗ്രസ്സുകാരുൾപ്പെടെ ഉള്ളവർ, നാട്ടുകാർ ചോദിച്ചു, നിങ്ങൾ എന്തിനിവിടെ വന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചു, 5 കൊല്ലം നിങ്ങൾ ഇവിടുത്തെ MP ആയി, നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്തു? നിങ്ങളിപ്പോൾ ഞങ്ങളുടെ ദുരന്തം കാണാൻ ഇവിടെ വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളെയും കാണണ്ട, സിദ്ദിഖ് എന്ന് പറഞ്ഞ MLA കാണണ്ട എന്ന് പറഞ്ഞ് ബേളം ഉണ്ടാക്കി. ഒരിടത്തും വന്നില്ല. എന്നുവെച്ചാൽ അത് വരണ്ടെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ തീരുമാനിച്ചു. മാധ്യമങ്ങൾക്ക് പല പ്രത്യേക അജണ്ടകളുണ്ടല്ലോ. രാഹുൽ ഗാന്ധിയെ വെളുപ്പിക്കേണ്ട അജണ്ട, ജോർജ് കുര്യനെ തോൽപ്പിക്കേണ്ട അജണ്ട ഇവിടുത്തെ മാധ്യമങ്ങൾക്കുണ്ട്. എൻ്റെ ധനുഷേ, അന്ന് വെളുപ്പിനെ പ്രധാനമന്ത്രി ലോകസഭയിൽ നിന്ന് തീരുമാനമെടുത്ത് ജോർജ് കുര്യനെ ചാർജ് ഏൽപ്പിച്ച് ഇവിടെ വിട്ടിട്ട് ഒരു പ്രാവശ്യം അദ്ദേഹത്തെ തേടിപ്പിടിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ വർത്തമാനം പറഞ്ഞല്ലാതെ ആ മനുഷ്യൻ അവിടെ ഏൽപ്പിച്ചതിനപ്പുറം ജോലികൾ ചെയ്തു തീർത്ത് അവിടുത്തെ ജനത്തിന് സ്വാതന്ത്ര്യമായി ഒരു സാധാരണക്കാരൻ്റെ മന്ത്രിയെ ഒരു പരിവേഷമില്ലാതെ സാധാരണക്കാരനായിട്ട് പ്രവർത്തിച്ചു. ഇവിടുത്തെ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുണ്ടല്ലോ. സുരേഷ് ഗോപിയുടെ കാര്യം നിങ്ങൾ ഈ പറഞ്ഞ പോലെ റിപ്പോർട്ട് ചെയ്തല്ലേ? ഈ മനുഷ്യൻ്റെ കാര്യം, ഈ മനുഷ്യൻ്റെ നന്മ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു? സുരേഷ് ഗോപി അദ്ദേഹത്തിന് വൈറൽ ഫീവർ ആയിരുന്നു, മനസ്സിലായി? അല്ലെങ്കിൽ സുരേഷ് ഗോപി അവിടെ വരും, ആരും പറയണ്ട. എത്ര കുറ്റം പറഞ്ഞാലും പാർട്ടി ഏത് പാർട്ടിയായാലും സുരേഷ് ഗോപി കേരളത്തിൽ അദ്ദേഹത്തിന് ആരോഗ്യത്തോടു കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം സുരേഷ് ഗോപി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇപ്പം കുറ്റപ്പെടുത്തുന്നവർക്ക് ഉൾപ്പെടെ അറിയാൻ പറ്റും. അദ്ദേഹത്തിന് വൈറൽ ഫീവറായിട്ട് എണീക്കാൻ വയ്യാതെ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ അദ്ദേഹം ഇന്ന് വന്നിട്ട് ഇന്ന് രാവിലെ അവിടെ ചെന്നിട്ടുണ്ട്. അപ്പം അതിനെ കുറ്റപ്പെടുത്താൻ നമ്മൾ രാഷ്ട്രീയം പറയേണ്ടെന്ന് ആദ്യം തീരുമാനിച്ചത്, നമ്മുടെ ചാനൽ തീരുമാനിച്ചാണ്. ഈ ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയേണ്ട, പക്ഷേ രാഷ്ട്രീയം പറയിക്കുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചില രാഷ്ട്രീയം പറയുന്നു മോഹൻലാൽ ചെന്നതിന് കുഴപ്പമാണ്, സുരേഷ് ഗോപി ചെന്നതിന് കുഴപ്പമാണ്, ഇവരുടെ പേരാണ് വിഷയം, ഇവരുടെ ജാതിയാണ് വിഷയം. ചിലർക്ക് എല്ലാവരും കുറ്റപ്പെടുത്തുന്നില്ല, പറഞ്ഞ് മനസ്സിലാവുണ്ടോ? അവിടെ SDPIക്കാരൻ ഉണ്ട് സഹായത്തിന്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സംഘടനയുണ്ട്, അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അവിടെ സഹായം ജാതി മത ഭേദമന്യേ ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലവർ വെളിയിലിരുന്നില്ല. മുലപ്പാൽ കൊടുക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ചിലവർ വെളിയിലിരുന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പ്, അത് ഈ ദുരന്തമുഖത്ത് യുവന്മാരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ രാജ്യത്തിൻ്റെ ദുരന്തങ്ങളാണ്. ആ ദുരന്തങ്ങളുടെ ആളാണ് ഈ രാഹുൽ ഗാന്ധി, മനസ്സിലായില്ലേ? അതിനപ്പുറം ഇരിക്കാനൊക്കത്തില്ല. ഞാൻ കുഴപ്പമില്ല, രാഹുൽ ഗാന്ധി അവിടെ വന്ന ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുൻ MP എന്നുള്ളത് എന്തിന് പെങ്ങളെ കൊണ്ടുവന്നു? അതിനകത്ത് രാഷ്ട്രീയമില്ലേ ധനുഷേ? ഈ സമയത്താണ് ആ രാഷ്ട്രീയം കളിക്കേണ്ടത്. കോൺഗ്രസ്സുകാരൻ എല്ലാവരും കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ അല്ല, ഒരു കൊച്ചിനെ കെട്ടിപ്പിടിച്ചേക്കുക, അതിന് യാസം മുട്ടുക, മനസ്സിലായി? ഇങ്ങനങ്ങ് പിടിച്ചേക്കുക, ഫോട്ടോ എടുക്കണ്ടേ? കുഞ്ഞിന് ശ്വാസം മുട്ടുക, പുള്ളി പിടിച്ചേക്കുക, പുള്ളി അറിയുന്നില്ലല്ലോ കുഞ്ഞിന് ശ്വാസം മുട്ടുന്ന കാര്യം. ഈ ഇവിടുത്തെ ഇന്ത്യ ശ്വാസം മുട്ടുന്ന കാര്യം പുള്ളിക്ക് അറിയത്തില്ലല്ലോ, അല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങളുടെ ശ്വാസം മുട്ടൽ പുള്ളിക്ക് അറിയത്തില്ലല്ലോ, പുള്ളിക്ക് ഫോട്ടോ എടുക്കണം. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ
അല്ലെങ്കിൽ ചില ആൾക്കാർ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും എന്ത് ചെയ്താലും അതൊന്നും വിഷയമല്ല, ജാതിയും ചില താല്പര്യങ്ങളും ഒക്കെയാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് 2 ദിവസം കൊണ്ട് സുരേഷ് ഗോപിയെ തൃശ്ശൂർ ജയിപ്പിച്ചാൽ അബദ്ധമല്ലേ സംഭവിച്ചത്, അത് പറയാൻ ഇവിടുത്തെ മാധ്യമങ്ങളും അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാനുള്ള മാധ്യമങ്ങൾക്കും ഒക്കുമല്ലോ. ഇവിടുത്തെ എന്താ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ആളിനെ ധനുഷ് പറഞ്ഞ പോലെ ഒന്ന് തടഞ്ഞ കാര്യം ഒരു മാധ്യമത്തിൽ കൊടുക്കാൻ എന്ത്, അല്ലെങ്കിൽ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളിൽ ഇവിടുത്തെ സ്ഥൂലമായ അല്ലെങ്കിൽ നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തകരാണെങ്കിൽ അവർക്ക് ചോദിക്കാൻ പറ്റുമല്ലോ, ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. അതായത് പാർലമെന്റിൽ തേജസ്വി സൂര്യ പറഞ്ഞ വാക്കുകൾ ചേട്ടൻ കേട്ട് കാണുമല്ലോ. അതായത് 2020 കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞത് കേരളത്തിൻ്റെ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസിൽ നിന്ന് 4000 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഈ 4000 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം എന്ന് പറഞ്ഞതിൽ ഈ വയനാടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. ഈ വയനാട് MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധി ഇത് അട്ടിമറിച്ചു കേരള സർക്കാർ. എന്നിട്ട് 2021 വനം മന്ത്രി രാജു നിയമസഭയിൽ പറഞ്ഞത് അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതിന്റെ പിന്നിൽ മതലോബിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് രാജു പറഞ്ഞു. അപ്പോൾ തേജസ്വി സൂര്യ ചോദിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അവരെ ഒഴിപ്പിക്കുന്ന വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. വയനാട് എന്തോരം വിഷയങ്ങളുണ്ടായി. അവിടെ ഒരു സമയത്ത് നിരന്തരം വന്യമൃഗ ആക്രമണമായിരുന്നു, വന്യജീവി ആക്രമണം. അത് കഴിഞ്ഞപ്പോൾ ലാൻഡ് സ്ലൈഡ് വന്നിരിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി ഈ സമയത്ത് വരുമ്പോൾ ആ ഒരു ചോദ്യം, രാഹുൽ ഗാന്ധി അതിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് അവരെ ഒഴിപ്പിക്കാനും ഗാഡ്ഗിൽ റിപ്പോർട്ട് മുക്കിയതാരാണ്? കോൺഗ്രസിന്റെ സർക്കാരാണ്. എന്നിട്ട് ഇതൊക്കെ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് മറുപടിയില്ല. വന്ന് ഫോട്ടോ എടുക്കാനും കെട്ടിപ്പിടിച്ച് കരയാനും നാളെ കാലത്ത് വീണ്ടും പെങ്ങളെ അവിടെ നിർത്തി സുരക്ഷിതമായ മണ്ഡലത്തിൽ നിർത്തി മടയന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ജാതി തലയ്ക്ക് പിടിച്ചിട്ടിരിക്കുന്ന കുറെ ആൾക്കാരുടെ വോട്ട് നേടി വീണ്ടും ഒരു MP കൂടെ സ്വന്തം വീട്ടിലുണ്ടാവുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയം. അതേ മതലോബിയാന്ന് രാജു പറഞ്ഞതിനകത്ത് വളരെ കൃത്യമാണ്. നമ്മൾ പറഞ്ഞില്ലേ ഇവിടുത്തെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് അന്ന് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് അട്ടിമറിക്കാവുന്ന ഒരു പള്ളിയിലെത്തിനും ടീമുമില്ലാരും ഈ മതലോബി തന്നെയാണ്. അവർക്ക് വേറെ നമ്മൾ സമുദായത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ചില താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. കർഷകരും സാധാരണക്കാരനും അല്ലെങ്കിൽ അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നതിനും നല്ല വിഷയം. ഈ റിസോർട്ടും അല്ലെങ്കിൽ കോറിയൊക്കെ എവിടെയൊക്കെ വേണ്ടപ്പെട്ടവരുടെയാണ്, അതിനെയൊക്കെ സംരക്ഷിക്കണം. അപ്പോൾ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നാൽ ഇതൊക്കെ മാറണ്ടേ, ഈ ബഹുനില കെട്ടിടങ്ങൾ പോകണ്ടേ, അവിടെ നിർമ്മിക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് അതിൻ്റെ വിഷയം. അപ്പം ഈ മതലോബിയുടെ കാര്യം സംരക്ഷിക്കപ്പെടേണ്ടത് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. രാഹുൽ ഗാന്ധി ആരുടെ ആളാണ്? രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് സംരക്ഷിച്ചു കൊടുത്തേ പറ്റും. അദ്ദേഹത്തിനൊന്നും പറയാൻ സാധിക്കും. ഇത് മനസ്സിലാവാതെയും മനസ്സിലായിട്ടും ഈ ചില ജാതി ഭ്രാന്ത് തലയ്ക്ക് പിടിച്ചിട്ടുള്ള ആൾക്കാർ വീണ്ടും വോട്ട് ചെയ്തത്. അല്ല, ഇതിൽ വേറൊരു ആംഗിൾ കൂടെ ഞാൻ കാണുന്നത് എന്താ അറിയാം. ഇപ്പൊ രാഹുൽ ഗാന്ധി ഇവിടെ വന്നു, രാഹുൽ ഗാന്ധിയോട് ഒരു ചോദ്യം പോലും ചോദിക്കാൻ ആൾക്കാർ തയ്യാറാകുന്നില്ല. നിങ്ങൾ ഈ ഇത്രയും കാലത്തിന് ഇടയ്ക്ക് വയനാട്ടിൽ എന്ത് ചെയ്തു? അതേസമയം ഇതേ കാര്യം ഉണ്ടാകുന്നത് ഇപ്പൊ തൃശ്ശൂർ അല്ലെങ്കിൽ വാരണാസിയിൽ എന്തെങ്കിലും ഇതേ ഒരു വിഷയം ഉണ്ടാകട്ടെ, നരേന്ദ്രമോദി 10 കൊല്ലം വാരണാസിയിൽ ചെയ്ത കാര്യങ്ങളുടെ കണക്കെടുക്കില്ലേ ഇവിടെയുള്ള മാധ്യമങ്ങൾ? എടുക്കും, കണക്കെടുക്കാൻ എൻ്റെ പൊന്നെ. ഇവിടുന്ന് കണക്കെടുക്കാൻ പോയി പണ്ട് ഏഷ്യാനെറ്റുകാരൻ യോഗിയുടെ വർഗീയതയുടെ കണക്കെടുക്കാൻ ചെന്നപ്പോൾ ആശ്രമത്തിൽ ചെന്നപ്പോൾ 400 തൊഴിലാളികൾ, ആ ആശ്രമത്തിലെ തൊഴിലാളികൾ മുസ്ലിങ്ങളായിരുന്നു. അവിടുന്ന് എന്തോലും എടുത്ത് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ യോഗിയുടെ വർഗീയത ഇവർ പോയി വാരണാസി പോയ പൈപ്പിൽ കൂടെ വരുന്ന വെള്ളം നമ്മുടെ വീടിനകത്ത് ഫിൽറ്റർ വെച്ച വെള്ളത്തിൻ്റെ സൈസാണ് വെള്ളം വരുന്നത്. പിന്നെ എന്തോ ഇല്ലാത്തത് ഇതാ എടുക്കാൻ പറ്റാതെ. എന്നാൽ ഇതേ പോയവരെന്താ, സോണിയാഗാന്ധി ഇതുവരെ മണ്ഡലിച്ച് ഇപ്പം ഇദ്ദേഹം മത്സരിച്ച് ജയിച്ചിടത്തെ പോയ അവിടുത്തെ സ്ഥിതി വിശേഷം എന്ന് പറയാത്ത ഇത് അജണ്ടയുടെ ഭാഗമാണ്. കാരണം ഇവരെയെല്ലാം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇവർക്കെല്ലാം ഫണ്ടിങ് ചെയ്യുന്നത്, ഇവരെയെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നതും ചില കോക്കസുകളാണ്, ചില ആൾക്കാരാണ്. അതിൻ്റെയൊക്കെ ഫണ്ടർമാർ ഈ രാജ്യദ്രോഹികളാണ്. അപ്പം ഇത് ഇങ്ങനെ പോയാൽ മതിയാവത്തുള്ളൂ. ഇത് തെറ്റിദ്ധരിച്ചിരിക്കുകയും അല്ലെങ്കിൽ മനഃപൂർവ്വം അതിനെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ജനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാം കൂടെ ഭാഗമാണ് ഈ സംഭവിക്കുന്നത്. അപ്പം ഇത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് ജനങ്ങൾ തീരുമാനിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ഇതൊക്കെ തുടച്ചു നീക്കപ്പെടും. അപ്പോൾ ഞാനീ പറഞ്ഞത് സുരേഷ് ഗോപിയെ പനിയായിട്ട് കിടന്ന് എണീക്കാൻ വയ്യാതെ കിടന്ന ഇതുവരെ കാരുണ്യ പ്രവർത്തനങ്ങളും നന്മപ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുകയും നാളെ അതിന് വേറെ അയക്കുന്നു. സുരേഷ് ഗോപിയെ ക്രിട്ടിസൈസ് ചെയ്യാൻ കാണാതെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനുണ്ട്. ജോർജ് കുര്യൻ ചെയ്ത നന്മകൾ കാണാൻ ആളില്ല, റിപ്പോർട്ട് ചെയ്യാൻ പത്രമില്ല. രാഹുൽ ഗാന്ധി അവിടെ വന്നതിൻ്റെ 100 ഫോട്ടോ കൊടുക്കുക. പക്ഷേ രാഹുൽ ഗാന്ധി എന്തിനു വന്നു, നിങ്ങൾ എന്തു ചെയ്തു എന്ന് നാട്ടുകാർ ചോദിക്കുന്ന ഒരു ഫോട്ടോയോ ബൈറ്റോ കൊടുക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാവാത്ത സ്ഥിതിക്ക് ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ താല്പര്യങ്ങളുടെ പ്രവർത്തനം, ചിലർക്ക് വേണ്ടി മാത്രമുള്ള മാധ്യമമാണ് എന്ന് നമുക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.